നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. നമ്മുടെ തെക്കേ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ നമ്മുടെ സംസ്ഥാനത്താണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ഒരിക്കലും മരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രോഗമാണ് ക്യാൻസർ. കാരണം ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ദുരിതമാണ് ഇതിനുവേണ്ടി നൽകപ്പെടുന്ന ചികിത്സ നൽകുന്നത്. ഒരു വ്യക്തിക്ക്, നമ്മുടെ ഒരു ശത്രുവിന് പോലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹം ഒരിടത്ത് കിടക്കുന്നു, റിയാലിറ്റി മറ്റൊരിടത്ത്. അപ്പോൾ ആർക്കും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു രോഗാവസ്ഥയായിട്ട് ക്യാൻസർ മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതുണ്ടാകുന്നതിൻ്റെ കാരണമെന്നും ഇത് നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെയാണ് എടുക്കേണ്ട കരുതലെന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ക്യാൻസറിൻ്റെ കാരണത്തെക്കുറിച്ച് മോഡേൺ മെഡിക്കൽ സയൻസിന് യാതൊരു ഐഡിയയുമില്ല. എന്തുകൊണ്ട് അതുണ്ടാകുന്നു എന്നുള്ളത് ഇന്നേ വരെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അഥവാ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂലകാരണം പുറത്തു വിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ക്യാൻസർ എന്ന് വെറും ഒരു രോഗമല്ല, അതൊരു വ്യവസായമാണ്. കോടിക്കണക്കിന്, ശതകോടിക്കണക്കിന്, സഹസ്ര കോടിക്കണക്കിന് ഡോളർ വാരാവുന്ന ഒരു വ്യവസായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പോയെങ്കിലേ ആ വ്യവസായത്തിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവനവൻ്റെ ശരീരം സൂക്ഷിച്ചാൽ അവിടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മുടെ ഇന്ത്യയിലെ ചില പരമ്പരാഗത ചികിത്സാ വിഭാഗങ്ങൾ അവരുടെ നിഗമനങ്ങൾ പുറത്തുവിടലുണ്ട്. അതിൽ അവർ പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷവസ്തുക്കളെ വേണ്ട പോലെ പുറന്തള്ളാൻ ശരീരത്തിന് സാധിക്കാതെ വരുമ്പോൾ ശരീരം തന്നെ ഈ വിഷവസ്തുക്കളെ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് സുരക്ഷിതമായിട്ട് വെക്കുന്നു. ഇങ്ങനെ വെക്കുന്ന ഈ വിഷവസ്തുക്കളെയാണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ട്യൂമർ എന്ന് വിളിക്കുന്നത്. തുടർച്ചയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് അത്തരത്തിലുള്ള വിഷങ്ങൾ ചെല്ലുമ്പോൾ ഇവയുടെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ വലിപ്പം കൂടുന്നു. അങ്ങനെ അതൊരു രോഗമായിട്ട് പിന്നീട് മാറുകയാണ്. മറ്റൊരു കൺസെപ്റ്റ്, അതായത് ഈ പറയുന്ന അതേ ആശയത്തിൽ നിന്നുകൊണ്ടുള്ള മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന വിഷവസ്തുക്കൾ നമ്മുടെ കോശങ്ങളെ സ്വാധീനിക്കുന്നു. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോടിക്കണക്കിന് കോശങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ കുറേ കോശങ്ങൾ, എല്ലാ കോശങ്ങളുമല്ല, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ചില ആൾക്കാരൊക്കെ സമൂഹത്തിന് കൊള്ളരാത്തവരായിട്ട് ജീവിക്കുന്നുണ്ട്. അവരും നമ്മളും കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം ഒരേ സാധനം തന്നെയാണ്, ഒരേ ലോകത്താണ് ജീവിക്കുന്നത്. എന്നിട്ടും ചില ആൾക്കാർ ക്രിമിനൽസായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിലെ ചില കോശങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുന്ന വിഷങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുകയും അവയുടെ മോശമായ പെരുമാറ്റം ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ, അത്തരത്തിലുള്ള മോശം പെരുമാറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനെ ആണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ രണ്ടായാലും നമുക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം വിഷമാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉള്ളിലേക്ക് ചെല്ലുന്ന വിഷമാണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള വിഷരൂപീകരണം നടക്കുന്നതെന്നൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സാഹചര്യങ്ങളെ പരമാവധി നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ആ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ്? ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണ്. നമ്മൾ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ്. വിശ്വസിക്കാൻ കഴിക്കാത്ത ഭക്ഷണം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പ്രകൃതി നമുക്ക് നൽകുന്ന ഭക്ഷണം എന്താണോ അതാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണം. നിങ്ങളൊരു തേങ്ങ തെങ്ങിൽ നിന്നും ഇട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടത് കഴിക്കാം, കാരണം അത് തെങ്ങ് നൽകിയതാണ്. ഒരു മാങ്ങ മാവിൽ നിന്ന് പറിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടത് കഴിക്കാം. വീടിൻ്റെ മുമ്പിൽ നിങ്ങൾ വളർത്തുന്ന ഒരു പച്ചക്കറി ചെടിയിൽ നിന്നും ഒരു പച്ചക്കറി കഴിക്കുമ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം, കാരണം അത് വിശ്വസിക്കാവുന്ന ഭക്ഷണമാണ്. നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കി കഴിക്കുന്ന ഏത് ഭക്ഷണവും നമുക്ക് വിശ്വസിക്കാവുന്ന ഭക്ഷണമാണ്. ഇനി മറ്റൊരാൾ കൃഷി ചെയ്ത ഭക്ഷണമായാലും ശരി, അതും വിശ്വസിക്കാവുന്ന ഭക്ഷണമാണ്. അതിൽ കീടനാശിനിയോ മറ്റോ ഒക്കെ കണ്ടെന്നിരിക്കും, ശരിയാണ്. അത് നമ്മൾ കഴുകി കളഞ്ഞ് വൃത്തിയാക്കി കഴിക്കണം. എങ്കിലും പ്രകൃതി നൽകുന്ന ഭക്ഷണമാണ്. എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഭക്ഷണം എന്ന് പറയുന്നത് മറ്റാരെങ്കിലും ഉണ്ടാക്കിയ ഭക്ഷണം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. മറ്റാരെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു ആളല്ല, പുറത്ത് നമ്മളറിയാത്ത ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോയി ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പാർസൽ വാങ്ങി കഴിക്കുന്നു. വീട്ടിൽ നിന്നല്ലാതെ നമ്മൾ പുറത്ത് നിന്ന് എവിടെ നിന്ന് കഴിച്ചാലും ആ ഭക്ഷണം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം നമ്മളല്ല അത് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ ആൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് അറിഞ്ഞുകൂടാ.
അതുപോലെ തന്നെ നമ്മൾ വാങ്ങി കഴിയുന്ന ഭക്ഷണമാണ് ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കി വരുന്ന പ്രോസസ്ഡ് ഫുഡുകൾ. നമ്മൾ മാഗി നൂഡിൽസ്, പാൽപ്പൊടി, അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ, ബ്രെഡ്, ബണ്ണ് എന്ന് വേണ്ട നമ്മൾ അല്ലാതെ മറ്റാരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കിയ ഏത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും ശരി നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഭക്ഷണമാണ്. അതിലെല്ലാം വിഷം അടങ്ങിയിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അതിൽ വിഷം അടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും പൊതുവിൽ വിതരണം ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ആരും ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്ന അത്ര കരുതലോടെ ഉണ്ടാക്കില്ല. അവർ കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ രുചി കൂട്ടാനും കൂടുതൽ സമയം കേടാക്കാതെ ഇരിക്കാനും ഒക്കെയുള്ള ഇൻഗ്രീഡിയൻസ് അതിൽ കാണും. അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് വിഷമാണ്, അത് നമ്മുടെ ശരീരത്തിന് ചേരുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണം വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഏർപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മളത് നിർത്തണം. സ്ഥിരമായിട്ട് നമ്മൾ മറ്റാരെങ്കിലും ഉണ്ടാക്കിയ പുറത്തു നിന്നുമുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ആ സാഹചര്യം ചിലപ്പോൾ നമുക്ക് നാളെ ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പനി, ചുമ, വയറിളക്കം, ഛർദിൽ തുടങ്ങിയ ചില ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് വാങ്ങി ഇവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിൽ നമുക്ക് ക്യാൻസർ വരാനുള്ള മറ്റൊരു കാരണമായിട്ട് അതിനെ അനുമാനിക്കാം. കാരണം പനി നമ്മുടെ ശരീരത്തിൽ നിന്നും പനി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചുമയും അതുപോലെ തന്നെ മറ്റ് മൂക്കൊലിപ്പുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് മാലിന്യങ്ങൾ കഫം വഴിയായിട്ടൊക്കെ പുറത്തു പോകുന്നുണ്ട്. ചുമയ്ക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തു പോകുന്നുണ്ട്. എന്നാൽ അത് സംഭവിക്കുമ്പോൾ നമ്മളതിനെ തടഞ്ഞു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകേണ്ട വിഷം പുറത്തു പോകാതെ ഉള്ളിൽ കിടക്കും. നിങ്ങൾക്കറിയാം, ഒരു വ്യക്തി വിഷം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തത് കൊണ്ട് അതിനെ പുറന്തള്ളുകയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷവും ഛർദ്ദിക്കുന്നത്. ആ ഭക്ഷണം നമുക്ക് വേണ്ടാത്തതാണ്, ആ ഭക്ഷണത്തിൽ നമുക്ക് വേണ്ടാത്തത് എന്തോ ഉണ്ട്, അതിനെ ശരീരം പുറത്ത് കളയാനുള്ള ഒരു പ്രക്രിയ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്നു, ഛർദ്ദിൽ നിൽക്കുന്നു, പുറത്ത് പോകേണ്ട വിഷം ഉള്ളിൽ കിടക്കുന്നു. വയറിളകുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ശരീരത്തിൻ്റെ സ്വയം ശുദ്ധീകരണ പ്രക്രിയകളെ സ്ഥിരമായിട്ട് തടസ്സപ്പെടുത്തുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകേണ്ട വിഷം പുറത്തു പോകാതെ ഉള്ളിൽ കിടക്കും. അത് പിന്നീട് ശരീരത്തിന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കേണ്ടി വരും. ആ സൂക്ഷിച്ചു വെപ്പാണ് ക്യാൻസർ എന്ന് പിന്നീട് പറയപ്പെടുന്നത്. മൂന്നാമതായിട്ടുള്ളത് സ്ഥിരമായിട്ട് ഏറെക്കാലമായിട്ട് നിലനിൽക്കുന്ന മലബന്ധമാണ്. ചില ആൾക്കാർക്ക് മലബന്ധമുണ്ടാകും, പ്രോപ്പറായിട്ട് വയറ്റിൽ നിന്നും പോകാതിരിക്കുക. പക്ഷേ അവരത് പ്രശ്നമല്ല എന്ന് കരുതി കൊണ്ടു നടക്കും. അങ്ങനെ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകാതെ കിടക്കുന്ന, എന്തിനാണ് ശരീരം അത് പുറത്ത് കളയുന്നത്? അത് വേണ്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ വേണ്ടാത്ത സാധനം പുറത്ത് പോകേണ്ടതാണ്, പുറത്ത് പോകേണ്ട അളവിൽ തന്നെ പോകേണ്ടതാണ്. അങ്ങനെ പോകാതെ വരുമ്പോൾ അത് കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ശരീരം ചിലപ്പോൾ ചില വിഷങ്ങളെ തിരികെ എടുക്കുകയും അത് ക്യാൻസറിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. പഴയ കാലത്ത് ഏതൊരു ചികിത്സകനും ഒരു വൈദ്യനും ഒരു വ്യക്തി രോഗമായിട്ട് ചെല്ലുമ്പോൾ ആദ്യം അയാളുടെ വയറിളക്കാനുള്ള മരുന്നാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു പ്രാക്ടീസ് ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എവിടെയെങ്കിലും. വയറിളക്കും, ചിലപ്പോൾ ആ വയറിളക്കം കൊണ്ട് അയാളുടെ ആ പ്രശ്നം അങ്ങ് മാറും. അയാളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വസ്തുക്കളായിരിക്കും അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മലബന്ധമുണ്ടെങ്കിൽ നമ്മൾ ആ മലബന്ധത്തിന് പരിഹാരം കാണണം. മലബന്ധമുള്ള ആൾക്കാർ അവരുടെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയാൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും. പച്ചക്കറി ഭക്ഷണങ്ങൾ, പഴങ്ങൾ ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറ് വളരെ ഈസി ആയിട്ട് തന്നെ വൃത്തിയാക്കും. കൂടുതലായിട്ട് നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മലബന്ധം ഉണ്ടാവുകയും, എന്നാൽ നമ്മൾ ശരിയായ അളവിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ഡയറ്റിലേക്ക് മനഃപൂർവ്വമായിട്ട് തന്നെ കുറേ ദിവസമെങ്കിലും മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയായിട്ട് നമ്മൾ കാണുന്നത് വ്യായാമക്കുറവാണ്. വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായികമായിട്ടുള്ള അധ്വാനം ഇല്ലായ്മ. നമ്മുടെ ആരോഗ്യത്തിൽ കായികാധ്വാനത്തിന് എത്ര വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാ. ചില ആൾക്കാർ വ്യായാമം ചെയ്യാൻ പോകുന്നത് ബോഡിക്ക് ഷേപ്പ് ഉണ്ടാകാൻ വേണ്ടിയൊക്കെയാണ്. നല്ലതാണ്, എന്ത് കാര്യത്തിൻ്റെ പേരിലായാലും ശരി അവർ പോയി ചെയ്യുന്നുണ്ടല്ലോ. കായികാധ്വാനം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആകമാനം രക്തയോട്ടം ഭംഗിയായിട്ട് നടക്കുന്നത്. എല്ലാ ഞരമ്പുകളും ഉദ്ദീപിക്കപ്പെടും, എല്ലാ കോശങ്ങൾക്കും ശരിയായ രീതിയിലുള്ള ഊർജം കിട്ടും.
ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് വിഷങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ വിയർക്കും. നമ്മുടെ വിയർപ്പിലൂടെ ഒരുപാട് മാലിന്യങ്ങൾ പുറത്തു പോകും. എന്നാൽ വ്യായാമം ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരം ഇളകുന്നില്ല, അയാളുടെ മസിലുകൾ യൂസ് ചെയ്യപ്പെടുന്നില്ല, അയാളുടെ പല ഞരമ്പുകളിലൂടെയും പ്രോപ്പറായിട്ട് രക്തം ഓടുന്നില്ല, അയാളുടെ ശരീരത്തിൽ ഈ ശുചീകരണം നടക്കുന്നില്ല. അതുകൊണ്ട് വ്യായാമം അടിയന്തരമായിട്ടും നിർബന്ധമായിട്ടും എല്ലാവരും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ പറമ്പിൽ പണിയെടുത്താൽ മതി, വീട്ടിൽ ജോലി ചെയ്താൽ മതി, നമ്മുടെ ശരീരം ഇളകണം. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ അധ്വാനിക്കണം. എത്രമാത്രം നമുക്ക് അധ്വാനിക്കാൻ പറ്റും അത്രയും ചെയ്യണം. കൂടുതൽ ജോലി ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം ജോലി ചെയ്യാൻ പറ്റുമെങ്കിലേ നമ്മൾ ചെയ്യുകയുള്ളൂ, അതിനപ്പുറം നമ്മൾ പോവില്ല. എന്നാൽ സ്ഥിരമായിട്ട് കായികമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ല. കാരണം അവരെന്നും ജോലി ചെയ്യുന്നുണ്ട്. അഞ്ചാമത്, ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു വളരെ പ്രധാന കാരണമെന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദമാണ്. മാനസിക സമ്മർദ്ദം ഇതിന് പല ആൾക്കാരും പലപ്പോഴും പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ മനസ്സ് അശാന്തമാണെങ്കിൽ, പലപ്പോഴുമല്ല സ്ഥായിയായിട്ട്, അതായത് ഈ അശാന്തി രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന് നമ്മുടെ തന്നെ കയ്യിലിരിപ്പുണ്ട്. നമ്മുടെ ഉള്ളിലെ അസൂയ, സ്വാർത്ഥത, ദുർമോഹം ഇതൊക്കെ കൊണ്ട് നമുക്ക് സമാധാനം നഷ്ടപ്പെടാം. നമ്മളെന്തൊക്കെയോ ആശിക്കുന്നു, നമ്മളെന്തൊക്കെയോ മോഹിക്കുന്നു, നമ്മൾ ആരോടൊക്കെയോ അസൂയപ്പെടുന്നു. ഇതെല്ലാം കൊണ്ട് പ്രശ്നമാക്കാൻ ഉണ്ടാകുന്നത് നമുക്ക് തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്, മനസ്സ് പുകയുകയാണ്. ഈ മനസ്സ് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്നാകെ പുകയും. നമ്മുടെ ശരീരത്തിൽ നെഗറ്റിവിറ്റി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ നെഗറ്റിവിറ്റി നമ്മുടെ കോശങ്ങളെ ബാധിക്കും. കോശങ്ങൾ അസ്വാഭാവികമായിട്ട് മാറാൻ തുടങ്ങും. അത് പിന്നീട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളായിട്ട് ഡെഫിനറ്റായിട്ട് മാറാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ മാനസിക സമ്മർദ്ദം നമുക്ക് നമ്മുടെ കയ്യിലിപ്പോണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കത് വളരെ എളുപ്പം പരിഹരിക്കാമെന്ന് തോന്നുമെങ്കിലും താരതമ്യേന രണ്ടാമത്തെ കാരണത്തെക്കാളും നമുക്ക് കൺട്രോളുള്ള ഒരു കാര്യമാണത്. കാര്യം നമ്മുടെ തന്നെ കയ്യിലിപ്പോണ്ടായതുകൊണ്ട് നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്കതിനെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് ബാഹ്യമായ ഘടകങ്ങൾ മൂലമാണെങ്കിൽ, മറ്റുള്ളവരുടെ പെരുമാറ്റം മൂലമാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി, അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, മകനോ മകളോ ആയിക്കോട്ടെ, അച്ഛനോ അമ്മ ആയിക്കോട്ടെ, അവരുടെ ടോക്സിക്കായിട്ടുള്ള പെരുമാറ്റം സ്ഥിരമായിട്ട് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടെങ്കിൽ, നമ്മളവിടെ നിസ്സഹായരാണെങ്കിൽ, നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ അത് നമ്മിൽ വിഷമുണ്ടാക്കും. കാരണം നമുക്കവിടെ പ്രതികരിക്കാൻ പറ്റുന്നില്ല, നമുക്കെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ നിരന്തരമായിട്ട് ഈ വിഷവും സഹിച്ചിങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ബുദ്ധിയോടെ പെരുമാറണം. നമ്മളൊരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. നമ്മുടെ വീട്ടിൽ ടോക്സിക്കായിട്ട് പെരുമാറുന്ന, മോശമായിട്ട് പെരുമാറുന്ന, നമുക്ക് സമ്മർദ്ദം തരുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളെ മാറ്റാൻ നമ്മൾ ശ്രമിക്കരുത്. ആ ആളെ അവഗണിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്ന ഒരു കാര്യവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകരുത്. ചെവിയിൽ വന്ന് തട്ടി പുറത്തേക്ക് പോകണം. അത് പറയുന്നത്ര എളുപ്പമല്ല, പ്രാക്ടീസ് ചെയ്താൽ പറ്റും. അയാളൊരു ഭ്രാന്തനാണ്, തലയ്ക്ക് സുഖമില്ലാത്തവനാണ്, നിങ്ങൾ ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് അയാളെ ഒന്ന് കാണാൻ തുടങ്ങി നോക്ക്. പിന്നെ അയാൾ പറയുന്നതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഭ്രാന്തനല്ലേ എന്നും പറയാം. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ ഉള്ളിലേക്ക് അത് ചെല്ലുമ്പോഴാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. ആ സമ്മർദ്ദം നമുക്ക് താങ്ങാൻ പറ്റില്ല. നമ്മളേറെക്കാലം ആ സമ്മർദ്ദത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അത് ചിലപ്പോൾ ക്യാൻസറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. പല ക്യാൻസർ രോഗികളെയും നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അവർക്ക് പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും ശാന്തമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണം. ശാന്തമായ മനസ്സിനേക്കാൾ, അതായത് സന്തോഷമുള്ള മനസ്സിനേക്കാൾ വലിയ ഒരു ഔഷധമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ഔഷധമാണ് ശാന്തമായ സുഖമായ ചിന്തകളുള്ള നല്ല മനസ്സ്. അതുകൊണ്ട് മാനസിക ആരോഗ്യത്തിനും മാനസിക സന്തോഷത്തിനും ശാന്തതയ്ക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട്. അടുത്തത് ഉറക്കക്കുറവാണ്. ചില ആൾക്കാർക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ അവർക്കേ അറിയാവൂ, അത് കണ്ടെത്തണം. ശരിയായിട്ട് ഉറങ്ങേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റിപ്പയർ പണികൾ നടക്കുന്നത്. അതിനാണ് പ്രകൃതി നമുക്ക് നിർബന്ധമായിട്ട് ഉറക്കം വിധിച്ചിരിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യണം, ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് വിശ്രമിക്കണം. വിശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരം മൊത്തത്തിൽ എല്ലാ പണികളിൽ നിന്നും വിരമിച്ചു. ആഹാരം നേരത്തെ കഴിക്കണം എന്ന് പറയുന്നത് അതിനുവേണ്ടി തന്നെയാണ്. കാര്യം ഉറങ്ങുന്ന സമയത്ത് ദഹനം നടന്നുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് പരമാവധി നേരത്തെ ആഹാരം കഴിച്ച് ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങി, അങ്ങനെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഉന്മേഷം തോന്നുന്നുണ്ടെങ്കിൽ ആ ഉന്മേഷം നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉറങ്ങിയത് കൊണ്ടല്ല, മറിച്ച് ഉറക്ക സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടന്ന ചില വർക്കുകൾ മൂലമാണ്. ആ ഉറക്ക സമയത്താണ് ശരീരം സ്വയം റിപ്പയർ ചെയ്യുന്നത്. വേണ്ടാത്ത സാധനം വല്ലതും ഉണ്ടോ, അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ കയറിക്കൂടിയിട്ടുണ്ടോ, അതിനെയൊക്കെ പരിഹരിക്കാൻ ശരീരത്തിൽ സംവിധാനമുണ്ട്. നമ്മളെപ്പോഴും തിന്നും കുടിച്ചും ഓടിയും ചാടിയും
ഇത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ശരീരത്തിന് ഈ റിപ്പയർ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വിശ്രമിക്കുന്ന സമയത്താണ് അതിന് സാധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ സുഖമായിട്ട് ഉറങ്ങണം. അപ്പോൾ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് സ്വയം ആലോചിച്ച് അതിന് ഉത്തരം കണ്ടെത്തി ഗുളിക കഴിച്ചല്ല ഉറങ്ങേണ്ടത്, സ്വാഭാവികമായിട്ട് തന്നെ ഉറങ്ങണം. സ്വാഭാവികമായിട്ട് നന്നായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെയുള്ള രോഗങ്ങൾ വരുത്തില്ല എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇനി ഏറ്റവും ഒടുവിലത്തേത് ജനിതക കാര്യങ്ങൾ മൂലമാണ്. ജനിതക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരുപാടുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ക്യാൻസർ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അച്ഛനമ്മമാരുടെ തന്നെ ചില പ്രവൃത്തികൾ മൂലമാകാം, അതല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്തുള്ള ചികിത്സയുടെ ഭാഗമായിട്ടാകാം, ജനനം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലെ കുഴപ്പം കൊണ്ടാവാം, അമ്മ കഴിക്കുന്ന ചില ആഹാരങ്ങൾ മൂലമോ മെഡിസിൻ മൂലമോ ആകാം, അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉള്ള അവരുടെ മാനസിക സമ്മർദ്ദം മൂലമാകാം, അതുമല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ച ശേഷം കൊടുക്കുന്ന കുത്തിവയ്പ്പുകൾ മൂലമാകാം, മരുന്നുകൾ മൂലമാവാം, പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങളെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിനോ ഒക്കെ അപ്പുറത്താണ്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ നോക്കേണ്ടത് പേരൻസാണ്. ഓരോ അച്ഛനമ്മമാരും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. അപ്പോൾ ഈ 6-7 കാരണങ്ങളാണ് നമുക്ക് ക്യാൻസർ വരാനായിട്ട് കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഏതൊക്കെയാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ നോക്കിയിട്ട് അതില്ലാതാക്കാൻ ശ്രമിക്കണം. എത്ര കണ്ട് ഈ സാഹചര്യങ്ങൾ നമ്മൾ കുറയ്ക്കുന്നു അത്ര കണ്ട് നമ്മൾ ക്യാൻസർ മാത്രമല്ല പല രോഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ തന്നെ ആയാലും ശരി, നമുക്ക് ക്യാൻസർ രോഗം വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ പല രോഗങ്ങളും വരാതിരിക്കാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപവാസം എന്നത്. ഉപവാസം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ദേഷ്യം വരും. പട്ടിണി ഇരിക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. പട്ടിണി ഇരിക്കുന്നതല്ല ഇത്. ആക്ച്വലി പട്ടിണി ഇരിക്കണ്ട, പട്ടിണി ഇരിക്കാൻ നാം പറയുന്നില്ല. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഉപേക്ഷിക്കാമല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം, 2 ദിവസം ആയി കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലതാണ്. അതായത് നമ്മൾ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. നിങ്ങൾ കേൾക്കും ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്, ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മീൽ എന്നൊക്കെ പറയും. അതിലൊക്കെ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചില്ല എന്ന് കരുതി പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. ഞാൻ ഒരുപാട് തവണ അങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിന് അതിൻ്റെ വിശ്രമം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയാണ്. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാം. ചായ കുടിക്കാതിരിക്കുകയാണ് നല്ലത്. പറ്റുമെങ്കിൽ അതും കുടിക്കാതിരിക്കണം. പകരം പച്ചവെള്ളം കുടിക്കുക. പച്ചവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മറ്റ് ഭക്ഷണമൊന്നും കഴിക്കരുത്. ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു 4-5 മണിക്കൂർ കൂടി എക്സ്ട്രാ വിശ്രമം കിട്ടുകയാണ്. അങ്ങനെ വിശ്രമം കിട്ടുമ്പോൾ നമുക്ക് വിശക്കുമായിരിക്കും. വിശന്ന് കഴിഞ്ഞാൽ ശരി, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ വിശപ്പ് ചിലപ്പോൾ ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് കാരണമാകും. ഓട്ടോഫാജി പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്തുനിന്നും ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഏത് വസ്തുക്കളെയും വിഷവസ്തുക്കളെ ഉൾപ്പെടെ ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അതായത് ഒരു വ്യക്തി ഫാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് അയാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എക്സ്ട്രാ ആയിട്ടിരിക്കുന്ന ഫാറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടോക്സിനോ അതൊക്കെ ശരീരം കണ്ടെത്തിയിട്ട് അതിനെ അവിടെ നിന്ന് തിരിച്ചെടുത്തിട്ട് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം വസ്തുവിനെ നല്ല വസ്തുവാക്കി നമ്മുടെ ശരീരം തന്നെ മാറ്റും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ എങ്ങനെ രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടോഫാജി ഉണ്ടാകുമ്പോൾ അത് അവിടെ നിന്ന് അങ്ങ് ഡിസപ്പിയർ ആകും. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓട്ടോഫാജി പ്രോസസ്സ് ഫാസ്റ്റിങ്ങിലൂടെ ശരീരത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറേശ്ശായിട്ട് നമ്മൾ പോലും അറിയാതെ അങ്ങ് പുറത്തു പോകും, ഇല്ലാതാകും. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റിങ്ങിനെ മറ്റൊരു രീതിയിൽ കൂടി നോക്കാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പകൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാം, പഴങ്ങൾ മാത്രം, മറ്റൊന്നും കഴിക്കരുത്. അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നേരം നാച്ചുറൽ ഫുഡ് മാത്രം കഴിക്കുക സ്ഥിരമായിട്ട്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസം നമ്മൾ 2 നേരം പാചകം ചെയ്ത ആഹാരം കഴിക്കുന്നു, ഒരു നേരം പഴങ്ങളോ അല്ലെങ്കിൽ പച്ചയ്ക്ക് ആസിറ്റീസ് കഴിക്കാവുന്ന പച്ചക്കറികളോ കഴിക്കുക. ഇതെല്ലാം തന്നെ ഓരോരോ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ആണ്. അതിലേറ്റവും നല്ലത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നേരം ആഹാരം വെടിയുന്നതാണ്. അത് ഏറ്റവും നല്ലത് രാവിലെ തന്നെ വെടിയുന്നതാണ്. കാരണം നമുക്ക് രാത്രി മുതലുള്ള ആ ഫാസ്റ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീണ്ടും ഒരു 4-5 മണിക്കൂർ കൂടി മുമ്പോട്ട് പോകും. ആ സമയം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന പോലെ ഓട്ടോഫാജി എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകും.
അത് നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള വിഷവസ്തുക്കളെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും ഫാസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മുടെ ശരീരത്തിൽ ഈ ശുദ്ധീകരണ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ക്യാൻസർ നമുക്ക് വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏതാണ്ടൊരു 99.99% ഉറപ്പുണ്ട് നമുക്ക് ക്യാൻസർ വരത്തില്ല. ഈ 99 എന്ന് പറയുന്നതിൻ്റെ കാരണം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടില്ലാത്ത മറ്റേതെങ്കിലും ഗുരുതരമായിട്ടുള്ള തെറ്റ് ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. കൃത്യമായിട്ടും അയാൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുണ്ടെങ്കിൽ 100% അയാൾക്ക് ക്യാൻസർ രോഗം വരില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെ ക്യാൻസർ രോഗം പെരുകുന്നു എന്ന് കേട്ട് പേടിക്കാതെ അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി നമ്മളെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടത് നമ്മൾ ചെയ്യുക. താങ്ക് യു.